എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം വൃശ്ചിക കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന വിശാഖം വൃശ്ചിക കൂറുകാർക്ക് ഈ ഫലങ്ങൾ എങ്ങനെയും ചിന്തിക്കുന്നതിന് മുമ്പ് അവരുടെ ഇപ്പോഴത്തെ സമയം ഒന്ന് പൊതുവായിട്ടൊന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാർക്ക് 2023 ജനുവരിയിലുള്ള ശനിമാറ്റത്തോടു കൂടിയിട്ട് കണ്ടകശനി കാലത്തിൻ്റെ ആരംഭമാണ്. 2023 ജനുവരി മുതൽക്ക്, അതായത് 4 ജന്മത്തിലും 1-ലും 4-ലും 7-ലും 10-ലും ശനി സഞ്ചരിക്കുമ്പോൾ ശനിദോഷമുണ്ട്, ശനിപ്പിഴയുണ്ട്. അതിൽ 1-ൽ സഞ്ചരിക്കുമ്പോൾ ജന്മശനിയും 4, 7, 10 എന്നീ കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയുമാണ്. ഇവർക്ക് 4-ാം ഭാവമായിട്ടുള്ള കുംഭത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. ഇവരുടെ ചന്ദ്രരാശിയായ വൃശ്ചികത്തിൻ്റെ 4-ാം ഭാവമായിട്ടുള്ള കുംഭൻ രാശിയിലാണ്. അപ്പോൾ കണ്ടകശനി ദോഷമുണ്ട് ജനുവരി 2023 മുതൽക്ക്. 2023 കണ്ടകശനി ആരംഭിച്ച് തൊട്ട് പിറകെ തന്നെ 2023 ഏപ്രിലിൽ വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള 6-ലേക്ക് പോയപ്പോൾ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നു കാണാം. കണ്ടകശനിയും 6-ൽ വ്യാഴവും കൂടി വളരെ അതിരൂക്ഷമായൊരു കാലഘട്ടം ഇവർക്ക് വന്നു കാണാം. നല്ല സാമ്പത്തിക ബാധ്യതകൾ വന്നു കാണാനുള്ള സാധ്യതയുണ്ട് ഈ രാശി വൃശ്ചികം രാശിപ്പെട്ട നക്ഷത്രക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കാലത്തിലൂടെയായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്ന ഈ വർഷത്തിൻ്റെ പകുതി വരെ. ഈ വർഷത്തിൻ്റെ ഒരു ഏപ്രിൽ അവസാനം മെയ്യോടുകൂടിയിട്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിവൃത്തി സ്ഥാനമായിട്ടുള്ള 7-ലേക്ക്, 7 നിവൃത്തി, ദാമ്പത്യ സ്ഥാനം, പാർട്ട്ണർഷിപ്പ്, വിദേശയാത്രയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അങ്ങോട്ടുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അതീവ ഗുണപ്രദമായ മാറ്റമാണ്. അപ്പോൾ ഈ വർഷം 2024 ഏപ്രിലിന് ശേഷം ഇവർക്ക് യാത്രകൾ പോകാനും കുടുംബവുമായിട്ടൊക്കെ സുഹൃത്തുക്കളുടെ യാത്ര പോകാനും വിദേശയാത്ര ചെയ്യാനും അങ്ങനെ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും നടക്കുക, കാര്യം നടന്നു കിട്ടുക എന്നൊരു നിവൃത്തി എന്നൊരു ഭാവം അവിടെ വരും. നമുക്ക് ഗവൺമെൻറ് തരത്തിലുള്ള ഡോക്യുമെൻസുകളോ എന്തെങ്കിലും തരത്തിലുള്ള അപേക്ഷകളോ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതെന്തു കാര്യവും നടന്നു കിട്ടുന്ന ഒരു സമയമാണ് 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ. അങ്ങനെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ തന്നെ ജൂൺ മാസം 30, ഈ വർഷം ജൂൺ മാസം 30 തീയതിയോടുകൂടി ശനി വക്രഗതിയെ പ്രാപിച്ചപ്പോൾ കണ്ടകശനി ദോഷത്തെ ലഘൂകരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ കണ്ടകശനിയും ഇല്ല, ജൂൺ മുതൽക്ക് കണ്ടകശനിയും ദോഷവുമില്ല, വ്യാഴത്തിൻ്റെ അനുകൂലതയുണ്ട്. അപ്പോൾ ജൂൺ മുതൽ ഈ ഒക്ടോബർ മാസം വരെ അവർക്ക് വളരെ നല്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മുതൽ 3 മാസം അവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടിക്കാണണം. അപ്പോൾ എന്നിരുന്നാൽ തന്നെ 2024 ഒക്ടോബർ മാസം 9-ാം തീയതി വ്യാഴം വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു 7-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലം പറയാൻ കഴിയില്ല. അതിന് 6-ലെ ഫലമാണ് പറയേണ്ടത്. അതിചാരേത് വക്രേത് പൂർവ്വരാശിഗതം ഫലം, പൂർവ്വരാശിയുടെ ഫലമാണ് പറയേണ്ടത്. അപ്പോൾ പൂർവ്വരാശി 6-ാം രാശിയാണ്. ഋണരോഗ ശത്രുസ്ഥാനമായ 6-ന്റെ ഫലമാണ് ഇവർക്ക് പറയേണ്ടത്. അപ്പോൾ ഒക്ടോബർ മാസം മുതൽക്ക് ഇത്തിരി കടബാധ്യതകളൊക്കെ ഒന്ന് ഒന്ന് അതിനെ പറ്റിയിട്ടുള്ള ടെൻഷനൊക്കെ ഒന്ന് കൂടുക, എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്നിടത്തും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരച്ചിലുകളോ ശത്രുതകളോ ഒക്കെ, ചെറിയ ചെറിയ ശത്രുതകളൊക്കെ വരിക, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒന്ന് മൂർച്ഛിക്കുക, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ ഉള്ളത് വൃശ്ചികമാസം പിറക്കുന്നത്. വൃശ്ചികമാസം പിറക്കുമ്പോൾ വൃശ്ചിക രാശിയാണ് സൂര്യനുള്ളത്. ഏതെങ്കിലും ഒരു പാപൻ അവനവൻ്റെ രാശി കൂടെ കടന്നു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ജന്മമാസമാണ് മുടി വെട്ടരുത്, നഖം വെട്ടരുത്, അങ്ങനെ പറയാറില്ലേ, ഷേവ് ചെയ്യരുതെന്നൊക്കെ പറയാറുണ്ട് പണ്ടൊക്കെ. കാരണം അതൊരു കഷ്ടത പിടിച്ച മാസമായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ചന്ദ്രരാശി കൂടെ ഈ പാവന്മാരായിട്ടുള്ള ചൊവ്വ, അതീവ പാവനായ ചൊവ്വ, സൂര്യൻ, വ്യാഴം, ഏത് ഗ്രഹമായാലും ശനിയൊക്കെ പോകുമ്പോൾ ദോഷമാണ് വരുന്നത്. അപ്പോൾ സൂര്യൻ ഒരു മാസം അവിടെ രാശിയിലുള്ളപ്പോൾ നമുക്കൊരു താപം, സൂര്യൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ നമുക്ക് മാസം പ്രതീക്ഷിക്കാം. എന്നിരുന്നാൽ തന്നെ വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി, വക്രഗതിയുടെ സ്ഥിതി നമുക്കൊരു പ്രതികൂലതയാണ് വരുത്തുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്തൊരു തടസ്സങ്ങളൊക്കെ വരുത്താം. അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ കേതു. ഇവർക്ക് 11-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ടിട്ട് ഇവർക്കൊരു ആത്മീയതയിലൂടെയോ ഒരു വഴികാട്ടിയായിട്ടുള്ളൊരു വ്യക്തിയിലൂടെയോ ആശ്വാസം ലഭിക്കും. കേതു എന്ന് വെച്ചാൽ ഒരു ആത്മീയതയുടെ കാലഘട്ടം ഉള്ളതുകൊണ്ടിട്ട് ഒരു ആത്മീയ പരിവേഷമുള്ളൊരു ഗ്രഹമാണ്, ഒരു മോക്ഷകാരനാണ് കേതു. അപ്പോൾ ഒരു വ്യക്തിയുടെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു മാർഗനിർദ്ദേശമോ ആത്മീയതയിലൂടെയുള്ള ഒരു ആശ്വാസമോ ഒക്കെ ഇവർക്ക്, ഈ രാശിക്കാർക്ക് ലഭിക്കും കേതുവിൻ്റെ ആ സ്ഥിതി കൊണ്ടിട്ട്.
രാഹു 5 നിൽക്കുന്നത് 5 സന്താന ഭാവമാണ്, പ്രണയസ്ഥാനമാണൊക്കെ 5ആണ്. അപ്പോൾ 5ൽ രാഹു നിൽക്കുന്നത് നമ്മുടെ പ്രണയിതാക്കളുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ കുഴപ്പങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലങ്ങളൊക്കെ വരുത്താനായിട്ട് 5 നിൽക്കുന്ന രാഹു കാരണമാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥകൾ. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ വൃശ്ചികമാസം പിറക്കുമ്പോൾ തന്നെ ഒരു പ്രതികൂലത വരുന്നതെന്ന് വെച്ചാൽ ശനി നേർഗതിയിൽ ആ രാശിയിൽ വരും. അപ്പോൾ കണ്ടകശനി ദോഷം വീണ്ടും വരുന്നു, കണ്ടകശനി ദോഷവും വരുന്നു, വ്യാഴത്തിൻ്റെ സ്ഥിതി വക്രത്തിലായപ്പോൾ അത് ആ ഒരു പ്രതികൂലതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ മാസം പിറക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥ കൂടെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. സൂര്യൻ ഒന്നിലേക്ക് വരെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ശുക്രൻ ഇവരുടെ 2ാം ഭാവമായിട്ടുള്ള ധനുരാശി നിൽക്കുന്നത്. ധനു രാശി 2ാം ഭാവം എന്ന് വെച്ചാൽ വാക്കും പ്രവൃത്തിയും മനസ്സും എന്നാണ് അതിന് പറയേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ശുക്രൻ വരുമ്പോൾ നമുക്ക് ധനസ്ഥാനം കൂടിയാണ് 2. നമുക്ക് നമ്മുടെ ധനവരവ് വർദ്ധിക്കുകയും ഏതെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കാൻ ഇടയാവുകയും ചെയ്യും ഈ വൃശ്ചിക രാശിക്കാർക്ക്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സൂര്യൻ്റെ സ്ഥിതി പ്രതികൂലമാണ്, ശനിയുടെയും വ്യാഴത്തിൻ്റെയും പ്രതികൂലം തന്നെ. എന്നിരുന്നാൽ പോലും നമുക്കൊരു ആശ്വാസത്തിന് ഒരാളുടെ ഒരു ഗൈഡൻസ് മാർഗനിർദ്ദേശം കിട്ടുകയും ചെയ്യും. കുറച്ച് ധനവരവ് എങ്ങനെയൊക്കെ ആ ഒരു ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല വാർത്ത കേൾക്കുകയൊക്കെ നമുക്ക് ചെയ്യുന്നതിന് ഒരു ഇതാണ്. ശുക്രൻ നമുക്ക് 2ാം ഭാവം ഭക്ഷണ കൂടെ നമുക്ക് ചിന്തിക്കാം. 2ാം ഭാവം ഉണ്ട്. അപ്പോൾ ശുക്രൻ അവിടെ നിൽക്കുന്നതോടിട്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു ചിലപ്പോൾ നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബോർഡ് വേണം നമ്മളവിടെ കയറി നമുക്കൊരു പ്രതീക്ഷിച്ചിരിക്കാത്ത വിശിഷ്ട ഭോജ്യങ്ങളൊക്കെ കിട്ടാനുള്ളൊരു യോഗമുണ്ട്. ഭക്ഷണസ്ഥാനമാണ് 2ാം ഭാവം. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ സ്ഥിതി ആ ഒരു മാസം അവിടെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാതെ നല്ല 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 വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള യോഗങ്ങൾ ഇത്തരം ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു ഭാഗ്യമല്ലേ. നമുക്കൊരു സമയദോഷ സമയത്ത് അങ്ങനെയൊക്കെ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ പിന്നീട് ബുധൻ ആ രാശി നിൽക്കുന്നത് നിങ്ങളുടെ രാശി തന്നെ വൃശ്ചിക രാശിയിൽ ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ ആശയവിനിമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ വരും. ബുധൻ വിദ്യാകാരനാണ്, വിജ്ഞാനത്തിൻ്റെ കാരനാണ്, ആശയവിനിമയത്തിൻ്റെയും ഒക്കെ കാരനാണ്. നിഗൂഢ ശാസ്ത്രങ്ങളുടെ മന്ത്രോപാസന തന്ത്രങ്ങൾ ബുധനാൽ, മന്ത്രം ഉപാസന തന്ത്രങ്ങളൊക്കെ ചിന്തിക്കേണ്ട ബുധനെ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബുധൻ ആ രാശിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടിട്ട് ആശയവിനിമയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കുക, സംസാരം ശ്രദ്ധിക്കുക, നിയന്ത്രിക്കുക, ആവശ്യത്തിന് മാത്രം ആലോചിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ചൊവ്വ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് നമുക്കൊരു നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. 9ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. അവിടെ ചൊവ്വ നിൽക്കുന്നത് നമുക്ക് ഒരു സമ്മിശ്ര ഫലത്തെ നൽകും. അങ്ങനെ ചൊവ്വ 10ലൊക്കെ നിൽക്കുമ്പോഴാണ് അല്ല ജന്മരാശിയെ വീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പോൾ ജന്മരാശിയെ വീക്ഷിക്കുന്നില്ല. ജന്മരാശി കൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് തീക്ഷ്ണമായിട്ടുള്ള പ്രഷറൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. അതിനെക്കൊണ്ട് വലിയ ഉപദ്രവങ്ങളില്ല എന്ന് വേണം പറയാൻ ചൊവ്വയെ കൊണ്ടിട്ട്. നമ്മുടെ പ്രധാന വീക്ക് പോയിന്റ് എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് പ്രധാന വീക്ക് പോയിന്റ്. അപ്പോൾ വ്യാഴത്തിൻ്റെ വക്രഗതി ഋണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ഫലം നൽകും. അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ വളരെ ഒരു ശ്രദ്ധാപൂർവം വേണം മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് പ്രതീക്ഷിക്കാതെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത. കാര്യങ്ങളോട് നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ വിട്ട് പോകുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥ വരെ വന്നേക്കാം. അങ്ങനെ കാരണം ശനിയുടെ നേർഗതിയിലേക്കുള്ള കണ്ടകശനി വരുന്നു, പിന്നെ വ്യാഴത്തിൻ്റെ വക്രം വരുന്നു. അങ്ങനെ ഒരു 2 പ്രതികൂലതയുണ്ട്. പിന്നെ രാഹുകേതുക്കളെ കൊണ്ടിട്ടും നമുക്കൊരു വലിയ പ്രയോജനമുള്ള സ്ഥിതിയില്ല. കേതുവിനെ കൊണ്ടൊരു ആശ്വാസം എന്ന് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു നിയന്ത്രണം നമ്മുടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുമെന്ന് ഭയപ്പെട്ടേക്കാം. അങ്ങനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം വേറെ രാശി മാറിയിട്ടില്ല. രാശി നിൽക്കുന്നത് തന്നെയാണ്, വക്രമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു താൽക്കാലികമാണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ മനസ്സിൽ ഇപ്പം ഈ മാസം നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്ന് വെച്ചാൽ മനസ്സിൽ പോസിറ്റിവിറ്റി, എന്തിലും പോസിറ്റിവിറ്റി കാണുകയും നമ്മുടെ ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഈ രാശിക്കാർ ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇത്തരം ഗ്രഹദോഷങ്ങളൊന്ന് പരിഹരിക്കുന്നതിനായിട്ട് കാലഭൈരവ അഷ്ടകം ശ്രവിക്കുക. കാലഭൈരവ അഷ്ടകം. അതുപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കളെ അമാവാസി ഇത് എല്ലാ മാസവും ഉണ്ടല്ലോ, അമാവാസിക്ക് പിതൃബലിയോ പിതൃപൂജയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ആചാരത്തിനനുസരിച്ചിട്ട്
പിതൃക്കളെ സ്മരിക്കുകയോ പിതൃക്കൾക്ക് ദാഹം വയ്ക്കുകയോ അങ്ങനെയുള്ള അമാവാസിക്ക് പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാനും നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും നമ്മൾ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഓരോ ദിവസവും നമ്മളത് ഓർത്തുകൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ സൊല്യൂഷൻസ് കണ്ടെത്തി മുമ്പോട്ട് പോകാനുള്ളൊരു ശ്രമം, ബോധപൂർവമായൊരു ശ്രമം വൃശ്ചിക രാശിക്കാർക്ക് വൃശ്ചിക മാസം മുതൽക്ക് അങ്ങോട്ട് കുറച്ച് മാസങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഫെബ്രുവരി മറക്കാതിരിക്കുക. ഫെബ്രുവരി 4 തീയതി കഴിഞ്ഞാൽ വ്യാഴം വീണ്ടും 7 എന്ന ഭാവത്തിലേക്ക് വരും. നല്ല രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഇനിയും നൽകും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസത്തോളം ഇനിയും വ്യാഴത്തിൻ്റെ 7 ഫലങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. കുറച്ചൊരു 2.5 മാസത്തെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അത് വ്യാഴത്തിൻ്റെ വക്രം കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. കഴിയുമ്പോഴൊക്കെ നിങ്ങളുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, തുളസിമാല, പാൽപ്പായസം എന്നീ വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്താനും ശ്രദ്ധിക്കുക. കഴിയുന്ന വ്യാഴാഴ്ചകളിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഉള്ളതുപോലെ നിങ്ങൾക്കൊരു മഞ്ഞ വസ്ത്രം വാങ്ങിച്ച് മഞ്ഞ വസ്ത്രമോ വാങ്ങിച്ച് നടക്കി സമർപ്പിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ പ്രീതികരമായ വഴിപാടുകൾ അതൊക്കെ. ഇതിലേതെങ്കിലും ഈ പറഞ്ഞ വഴിപാടുകൾ ഏതെങ്കിലും ഓരോ തവണയും മാറി ചെയ്തുകൊണ്ടിരിക്കുക. ശ്രീകൃഷ്ണൻ്റെ ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന ദ്വാദശാക്ഷരിയൊക്കെ നിത്യേന കുളി കഴിഞ്ഞ് ജപിക്കുന്നതും നമ്മളുടെ ഈ ശ്രീകൃഷ്ണൻ്റെ വ്യാഴത്തിൻ്റെ ഒരു പിഴവ് നമുക്കൊന്ന് വക്രത്തിൻ്റെ ആ ഒരു പിഴവ് മാറുന്നതിനും ശ്രീകൃഷ്ണ പ്രീതിക്ക് ഉത്തമമാണെന്നും അതിനുള്ള പരിഹാരമാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കണ്ടകശനി പരിഹാരത്തിന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തുടരണമെന്ന്. അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കാം. ശാസ്താവിന് നെയ്വിളക്ക്, നീരാഞ്ജനം, വെള്ളുകിഴി, ഹനുമാന് വെറ്റമാല, വടമാല, ശിവന് ധാര, പിൻവിളക്ക്, കുവളമാല എന്നിവ ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് ശനിയുടെ ദോഷത്തെ കുറയ്ക്കും. നമ്മളുടെ വീട്ടിൽ എള്ള് വാങ്ങിച്ചിട്ട് വെളുത്ത തുണി കഴുകി ഉണക്കിയതിന് ശേഷം ചെറിയ എള്ള് കിഴികൾ ഉണ്ടാക്കിയിട്ട് ഒരു മൺചരാതിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുക വീടിനുള്ളിൽ തന്നെ സന്ധ്യാസമയങ്ങളിൽ. അത് ആ പുക നമ്മൾ കുറച്ച് നേരം വീടിനുള്ളിൽ തങ്ങി നിൽക്കാനും നമ്മളതിൻ്റെ ഉള്ളിലിരിക്കാനും അത് ശ്വസിക്കാനും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ ഒരു നഷ്ടപ്പെട്ട് ഇത്തിരി കുറഞ്ഞിരിക്കുന്ന ആ ഒരു എനർജി ലെവലൊന്ന് കൂട്ടുന്നതിനും നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായമാകും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഓം ശനേശ്വരായ നമ എന്ന മന്ത്രവും ഓം നമോ നാരായണായ നമ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ശ്രേയസ്കരമാണ്. ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ് വൃശ്ചികം രാശിക്കാർ. കാരണം ഇനിയും വ്യാഴത്തിൻ്റെ ആ 7 സ്ഥിതി ഇനിയും ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടും ഇരിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ജഗദീശ്വരൻ എല്ലാവിധത്തിലും അനുഗ്രഹവും സപ്പോർട്ടൊക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.